പ്രിൻസ് ആൻഡ് ഫാമിലി. നമുക്ക് ദിലീപേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, 150ാമത്തെ സിനിമ മാത്രമല്ല, പിന്നെ നമ്മളൊന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ പടം തന്നെ വേണം. ഞാൻ വേറെ പറയാം, അടുത്തത് ഈ ഓണത്തിന് വേറെ പടമുണ്ട് പപ്പ, അതും മറ്റേ വേറെ ആയിരിക്കും, അത് 200 കോടി ആയിരിക്കും പിന്നെ അതല്ല കേട്ടോ, നമുക്ക് ഒരുപാട് സ്പെഷ്യലി കൊണ്ടുവരുന്ന ഒരു നായകനാണ് ദിലീപേട്ടൻ. അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും, ചിരിപ്പിക്കാനുണ്ടാവും, ഒരുപാട് നമ്മൾ കരയാനടക്കാനുള്ളതുണ്ടാവും. ഞാനും ഇതേമാതിരി കുറേ ചിരിച്ചിട്ട് കരഞ്ഞ്, കുറേ ഓൺലൈനായിട്ട് മറ്റേതിലായിട്ട് കരഞ്ഞ് പടത്തിന്റെ പെർഫോമൻസിൽ ഷർട്ടൂരി പിഴിഞ്ഞ് തോർത്തിയ കരഞ്ഞിട്ട് ഷർട്ടൂരി പിഴിഞ്ഞ് തോർത്തിയ കരഞ്ഞിട്ട് ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇത്ര ഈ 150ാമത്തെ പടം ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു, അത് വൻ വിജയമാവുന്നുണ്ട്. അത് അതേമാതിരി തന്നെ ആയി. ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല, എല്ലാവരും ദിലീപേട്ടൻ പുറത്തായി എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ തിരിച്ചു വന്നോന്നോ എന്ന് വെച്ചാല് പ്രിൻസിനും ഫാമിലിക്കും എന്തായാലും നല്ല കയ്യടി കൊടുക്കും പ്രേക്ഷകർ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസാണ്, എന്നാലും ഈ പ്രിൻസിനോട് കടപിടിക്കപ്പോൾ ഈ ഒരു ചുറ്റുകളവിനെയൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെറുതെ പറഞ്ഞല്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് മൂവി കണ്ടോ. അത്രയും സൂപ്പർ. അതെ, മുടിഞ്ഞ കോമഡി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഉണ്ട്. നായിക ആയിക്കോട്ടെ, നായകനെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നായികയുടെ പെർഫോമൻസ് ബ്യൂട്ടിഫുൾ കേട്ടോ. നമ്മൾ കുറേ ബ്ലോഗേഴ്സിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കുറേ ചെറ്റത്തരം കാണിക്കുന്ന കുറേ ബ്ലോഗേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ അതിൽ പറയുന്ന കാര്യം സത്യമാണ്. നമ്മളൊരു കാര്യം ഏതാണെന്ന് അറിയാതെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അവർ ചിന്തിക്കണം, അവരുടെ വീട്ടിലൊക്കെ ഓരോ കുടുംബങ്ങൾ ഓരോരുത്തരില്ലാന്ന്. പലരും ഈ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ബ്ലോഗേഴ്സിൻ്റെയും കയ്യപ്പതാണ്. അപ്പോൾ അത് യഥാർത്ഥമായിട്ട് ഊർവശി ചേച്ചീനെ നമിച്ചെണ്ണുമില്ല പൊന്നെ. ഒരു ചെറിയ സീനാണുള്ളെങ്കിലും പൊളിച്ചടക്കിയിട്ട് നോക്കിയിട്ട് വന്നു. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാവരും ആക്ട് ചെയ്തത്. ഒന്നും പറയാനില്ല. എനിക്ക് അതിൽ ഞാൻ പറയുകയാണെങ്കിൽ 5 തന്നെ കൊടുക്കാം. അത്രയും നല്ല പെർഫോമൻസാണ്. ഒരു ഇതുമില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. എന്നാടാ എന്തൊരു പറയണം, പറയാൻ ഒന്നും പറയാനില്ല. നല്ല സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് നമ്മൾ ഇത്ര നാൾ കണ്ട ദിലീപേട്ടൻ്റെ ഫിലിം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ബാക്കിലോട്ടാണെങ്കിലും ഇത് സത്യം പറയാം നല്ല സിനിമ. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് തിയേറ്ററിൽ പോയി കാണാം. നല്ല സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഞാനിതിൽ ചെറിയ റോള് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു. എൻ്റെ പേര് നസ്മിന. പഠിക്കണ്ട? എത്രയില പഠിക്കണ? ഞാൻ 9th എവിടെയാ? അല്ലമീൻ. ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ഈ സിനിമ ഞാൻ ചെയ്തേക്കണ ദിലീപേട്ടയുടെ പെങ്ങളുടെ മോനായിട്ടാണ്. ജസ്റ്റ് ഒരു കുസൃതിയുള്ള ഒരു ക്യാരക്ടർ തന്നെ. പിന്നെ വലുതായിട്ടൊന്നുമില്ല, ദിലീപേട്ടൻ്റെ അടുത്ത് എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷം. ഞാനിപ്പോൾ ഇതിനു മുന്നേ ഇപ്പം ഞാൻ ഒരു ഫാഡോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഈ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും ഫാഡോ. ദിലീപേട്ടൻ എങ്ങനെയുണ്ട് കൂടെ ആക്ട് ചെയ്യുമ്പോൾ? ദിലീപേട്ടൻ നമ്മൾ വിചാരിക്കുന്നവരല്ല. നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ പറഞ്ഞു കൊടുക്കുക, ഇപ്പോൾ ഡയറക്ടറായിട്ട് സ്ക്രീൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ മാറ്റും. അത് ആ സ്ക്രീൻ ശരിക്കും ചെയ്ത് ദിലീപേട്ടൻ സിദ്ദിഖ് ഇവരൊക്കെ ശരിക്കും അടിപൊളിയാക്കും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ദിലീപേട്ടനാണെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രണ്ടിനെ പോലെ നല്ല സപ്പോർട്ടീവാണ്. ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത്? ദിലീപേട്ടൻ്റെ കൂടെ ഇതിനു മുമ്പ് ഏത് വർക്കായിരുന്നു? ഞാനിപ്പോൾ 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂബിയുടെ ആയിട്ട് ഒരു ആഡ് ചെയ്ത് ഇപ്പോൾ അടുത്തൊരു ഫിലിം റിലീസ് ഫാഡോ എന്നാണ്. അതിപ്പോൾ ഷൂട്ടിംഗ് നടന്നിട്ടില്ല. വീട് കാലൂർ. എന്താ പേര്? ഹന്ന. പേര് ഹന്ന. ഏത് സിനിമയിൽ അഭിനയിച്ചത്? ഞാൻ ഇപ്പോൾ 4 സിനിമ കഴിഞ്ഞു. ഫസ്റ്റ് സിനിമ അഭിനയിച്ചത് ശുക്രൻ. അതിൽ 2ാമത്തെ നടിയുടെ ഫ്രണ്ടായിട്ടായിരുന്നു. 2ാമത്തെ ഓടും കുതിര ചാടും കുതിര. അതിൽ ഞാൻ ഫഹദ് ഫാസിലിലെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ. 3ാമത്തെ ശബ്ദകാണ്ഡം. അതിൽ കുറച്ച് റോൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ 4ാമത്തെ സിനിമ ഉണ്ട് കുഞ്ഞിത്തൈ. അതിൽ 2ാമത്തെ നടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വീട് എവിടെയാ? വീട് ബാംഗ്ലൂരാണ്. എന്റെ സംസാരത്തിൽ മലയാളം കുറച്ച്. വീട് ബാംഗ്ലൂരാണ്. കേരളത്തിൽ 6 വർഷമായി നിൽക്കുന്നത്. എറണാകുളം തന്നെയാണോ സെറ്റ്? എറണാകുളം തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ട്വിൻസ് ആയിരുന്നു. അതിനകത്ത് അഭിനയിച്ചതല്ലേ? ഇല്ല, അതിലേ അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ദിലീപ് സാധാരണ കോമഡിക്കാരൻ തന്നെയാണ്. പക്ഷേ ഈ ഇമോഷനൊക്കെ വന്നപ്പോൾ ഭയങ്കര കരഞ്ഞു കിടത്തില്ല. ആ സിനിമയിൽ കടന്നുപോയി. പിന്നെ ഈ മഞ്ജു ചേച്ചിയില്ലേ, മഞ്ജു ചേച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ട്രെയിലർ ഫംഗ്ഷനിൽ പോയിട്ടുണ്ടായി. പക്ഷെ
ലാസ്റ്റ് അവൾക്ക് മനസ്സിലായി എന്താ തെറ്റ്, എൻ്റെ ഭാഗത്താണ് തെറ്റ് മനസ്സിലായി, അവൾക്ക് എല്ലാ കാരണം മനസ്സിലായിട്ട് അവൾ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞു. സാധാരണ ആൾക്കാരാണെങ്കിൽ ഞാൻ വിചാരിച്ചെന്നറിയോ, ആൾക്കാർ കണ്ടുപിടിക്കും ഇത് ശരിക്കും എന്താ, എങ്ങനെ മരിച്ച്, ആ പെണ്ണെ എങ്ങനെ മരിച്ച് ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ട്വിസ്റ്റ് അങ്ങനെയല്ല വന്നത്. ഇവൾ തനിയെ പോയിട്ട് ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ടും ദിലീപ് ദേശാത്രി പ്രശ്നം ഉണ്ടായിട്ടും അടിപൊളിയായിരുന്നു. അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. ഇമോഷനാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത്. കരഞ്ഞു. ആ കഴിഞ്ഞു. ഇനി 300 വരട്ടെ ദിലീപ് ചേട്ടൻ. ഫാനാണോ ദിലീപേട്ടൻ്റെ ഫാനാണോ? കട്ട ഫാനാണോ? ആ ഭയങ്കര ഫാനാ. അതുകൊണ്ടല്ലേ ഞാൻ സിനിമയിൽ വന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ വന്നത്. ായിട്ട് വന്ന നായികയുടെ പെർഫോമൻസ് ആണ് കുഴപ്പമില്ല, എന്നാലും കുറച്ച് ഡബിങ് ഒക്കെ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. പിന്നെ ആംഗിളായിട്ട് വന്ന പുള്ളി കുറച്ച് ഇച്ചിരി മടുപ്പാക്കി. ബാക്കിയെല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫാമിലി സബ്ജക്റ്റാണ്. അത്യാവശ്യം ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. നല്ലൊരു സബ്ജക്റ്റ്. കണ്ടന്റാണ് ഇതിൻ്റെ മെയിൻ. കാരണം സോഷ്യൽ മീഡിയ, നമ്മുടെ മീഡിയാസ് എല്ലാം ഇപ്പോഴും കണ്ടിരിക്കേണ്ട, ഇപ്പോൾ ഇതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഇവരെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു ചിത്രമാണ്. സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നത്. നല്ലൊരു സബ്ജക്റ്റാണ് ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. നല്ലൊരു കണ്ടന്റാണ്. കാരണം സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു സോഷ്യൽ മെസ്സേജാണ്. എനിക്ക് ഇത്തിരി ഒരു ഇതായിട്ട് തോന്നിയ നായികയുടെ പെർഫോമൻസ് ഒരു ആവറേജ് ലെവലിൽ, പിന്നെ ഒരു അങ്കിളായിട്ട് വരുന്ന പുള്ളി ഇത്തിരി വർദ്ധിച്ചു. ബാക്കിയെല്ലാം മഞ്ജു ചേച്ചി, ദിലീപേട്ടന്, അതുപോലെ തന്നെ സിദ്ദിഖ, ജോണി ആൻ്റണി ചേട്ടൻ, ബിന്ദു ചേച്ചി എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയാം. നല്ല കണ്ടന്റാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നല്ലൊരു പടം, നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. നല്ലൊരു കണ്ടന്റ്, നല്ലൊരു മെസ്സേജ്.